അപ്പോൾ കണ്ടല്ലോ, ഇതെന്താണെന്ന് അറിയാലോ, പപ്പടം. ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ പപ്പടം കൊണ്ടുവരുന്നുണ്ട് കിടുതായിട്ടൊരു തോരൻ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ തോരൻ അരയ്ക്കുന്ന പോലെ അരയ്ക്കാനുള്ളത് പൊരിക്കടല, മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, പിന്നെ തേങ്ങ. അതിനെ നമ്മൾ ചമ്മന്തിയുടെ പരുവത്തിൽ അരയ്ക്കുക. എന്നിട്ട് പപ്പടത്തിന് ഇങ്ങനെ പൊടിക്കുക. പൊടിച്ചതിന് ശേഷം നമ്മൾ അത് ചെയ്യുന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പൊടിച്ച പപ്പടവും ആ ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തിയും കൂടെ മസാലയോടെ മിക്സ് ചെയ്യുക. ശകലം ഒരു തുള്ളി വെളിച്ചെണ്ണയിൽ നല്ലോണം ഞകിടുക. എന്നിട്ട് സാധാ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകും ഓണിയനും എല്ലാം താളിപ്പെല്ലാം ഇട്ടതിന് ശേഷം ഇത് ആ സ്ലോ ഫയറിൽ ഈ പൊടിയും കൂടെ ഇടുക. നമ്മുടെ പൊടിച്ചു വെച്ചിരുന്ന പൊടിയും കൂടെ ഒരു 10 മിനിറ്റ് സ്ലോ ഫയറിൽ കുക്ക് ചെയ്ത് ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ കണ്ടല്ലോ, ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു ചമ്മന്തി കിടലുമായിട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ സംഭവം എന്തായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞാനിപ്പോൾ തന്നെ അഭിപ്രായം പറയാം. സൂപ്പറാണ് കേട്ടോ. ആ ഡ്രൈ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടൊരു പ്രിപ്പറേഷനാണ്. ഭയങ്കര നമുക്ക് എല്ലായിടത്തും ഒരു വെറ്റായിട്ടൊരു ഇത് ഡ്രൈ ആയിട്ടൊരു ഫീലാണ് തരുന്നത്. സൂപ്പറാണ്, കിടിലാണ്. സദ്യയുടെ ഐറ്റം തന്നെയാണ്. സദ്യക്ക് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ നോർമലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ സദ്യക്ക് വേണ്ടി